കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിൽ നിലവിൽ സ്ഥിതി ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിലെ അമൃത്സറിൽ മാത്രമാണ് ഇപ്പോൾ നിയന്ത്രണം തുടരുന്നത്. വീടിനകത്ത് തന്നെ കഴിയണമെന്ന നിർദ്ദേശവുമുണ്ട്. ഒപ്പം കശ്മീരിലെ ഷോപ്പിയാനിലും കുൽഗാമിലും അന്വേഷണ ഏജൻസികളുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. സലാൽ അണക്കെട്ടിൻ്റെ കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. അതിനർത്ഥം ഇന്ത്യ തങ്ങളുടെ ജലനയതന്ത്രം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അമ്പിളി ചേരുകയാണ്. അമ്പിളി, സ്ഥിതി ശാന്തമാണ് അതിർത്തിയിൽ എന്ന വാർത്ത അങ്ങേയറ്റം ഒരു ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ രാവിലെ അല്ലെങ്കിൽ പുലർച്ചയ്ക്കിപ്പുറം ഡ്രോൺ ആക്രമണങ്ങളോ ഷെല്ലാക്രമണങ്ങളോ അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്നുള്ള പ്രകോപനങ്ങളടക്കമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. പറഞ്ഞ പോലെ തന്നെ ആശ്വാസത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ് എങ്കിൽ കൂടി രാജ്യം കനത്ത ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജമ്മുകശ്മീരിലടക്കം സൂചിപ്പിച്ച പോലെ തന്നെ അർദ്ധരാത്രിക്ക് ശേഷം വലിയ ആക്രമണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇന്നലെ 9 മണിയോട് കൂടി തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായിരുന്നെങ്കിലും അർദ്ധരാത്രിയിൽ അത്തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജമ്മുകശ്മീരിന്റെ വിവിധ മേഖലകളിലടക്കം സാധാരണ നിലയിലേക്ക് ജനജീവിതം പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം തന്നെ പൂഞ്ചിലടക്കവും സാധാരണ നിലയിലേക്ക്, അതായത് സമാധാന അന്തരീക്ഷം തന്നെയാണ് നിലവിലുള്ളത്. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴുമുണ്ട്. സൈന്യം കനത്ത ജാഗ്രതയിലാണ്. കൂടുതൽ സൈന്യത്തെ എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് പഞ്ചാബ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ മേഖലകളിലെല്ലാം തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള സുരക്ഷയുണ്ടായിരുന്നു. പാക് പ്രകോപനത്തെ തുടർന്ന് പ്രധാനമന്ത്രി ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് ഓൺലൈനായി ആശയവിനിമയം ഒക്കെ നടത്തിയിരുന്നു. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ അമൃത്സറിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ സാധാരണമായ ജാഗ്രതയിൽ മുന്നോട്ട് പോകുന്നു. രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ ജയ്സൽമീറിലടക്കം ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഒരു സാധാരണ നിലയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. ഗുജറാത്തിലും പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. അതുപോലെ തന്നെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള സ്ഥിരീകരണമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അതീവ സുരക്ഷ ഇപ്പോഴും തുടരുന്നു. രാജസ്ഥാന്റെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമർ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്ന മണിക്കൂറുകൾ. അതായത് പാകിസ്ഥാന്റെ തുടർ നീക്കം നിരീക്ഷിക്കും. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെയും പാക് പ്രകോപനം ഉണ്ടായ സാഹചര്യത്തിൽ ഇന്നത്തെ പകലും രാത്രിയും ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്നും കൂടിയാലോചനകളും ഏകോപനങ്ങളും യോഗങ്ങളും ഒക്കെ നടക്കും. കാരണം ഏത് രീതിയിലായിരിക്കും ഇനി പാകിസ്ഥാന്റെ തുടർ നീക്കം, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അതിന് ഏത് രീതിയിൽ സമാനമായ രീതിയിൽ പ്രതികരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള കൂടിയാലോചനകളും യോഗങ്ങളും ഒക്കെ ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യും. എന്തായാലും നിർണായക മണിക്കൂറുകളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ പകലും രാത്രിയും ഒക്കെ നിർണായകമാണ്. അതായത് പാകിസ്ഥാൻ ഇനി എന്ത് തുടർ നീക്കം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത്. നേരത്തെ സ്വപ്ന സൂചിപ്പിച്ച പോലെ നയതന്ത്ര നടപടികൾ ഇന്ത്യ കടുപ്പിക്കുകയാണ്. സിന്ധു നദീജല പദ്ധതി പിൻവലിക്കില്ല. കർത്താപൂർ ഇടനാഴി തുറക്കാനുള്ള സാഹചര്യമില്ല. അതുപോലെ തന്നെ അണക്കെട്ടുകൾ തുറക്കുന്നു. അത്തരത്തിലുള്ള ഭീകരതയ്ക്കുള്ള നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളത്.